ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എഴുതുമ്പോഴത്തേക്ക് അത് 4 or 5 ആ മാർക്കിനൊക്കെയാണ് വരുന്നത്. പക്ഷേ 2 മാർക്സിന് ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ചോദിക്കണമെന്നില്ല, ചോദിച്ചിട്ടുണ്ട്. 2 മാർക്സിന് വരുന്നത് ഇതുപോലത്തെ ആയിരിക്കും. മീനൊക്കെ കാണാനായിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാവേ. The marks got by 6 students in an examinations are given below: 26, 21, 32, 38, 45 and 48. മീൻ ആൻഡ് മീഡിയൻ രണ്ടും കണ്ടുപിടിക്കാം. നമുക്ക് മീൻ കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് കണ്ടുപിടിക്കുന്ന പോലെ ഉള്ളതായിരുന്നു, നമ്മുടെ ആവറേജ് നമ്മൾ ചെയ്യുന്ന പോലെ ഉള്ളു. എന്നാണ്? സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഇവിടെ സം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. 26 പ്ലസ് 21 പ്ലസ് 32 പ്ലസ് 38 പ്ലസ് 45 പ്ലസ് 48 ഡിവൈഡ് ബൈ എത്രയുണ്ട്? സംഖ്യകൾ എത്രയുണ്ട്? 6 ഉള്ളു അല്ലേ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടുമെന്ന് അറിയാവോ? 210. നിങ്ങൾ ഇരുന്ന് ആഡ് ചെയ്യണം. എല്ലാം കൂടെ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. 6 210 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 6 18 ആൻസർ 35 അല്ലേ? അപ്പോൾ നമുക്ക് മീൻ കിട്ടി. ഇത്രയേ ഉള്ളൂ. സമ്മ് കാണുക, അതിനെ ടോട്ടൽ കൊണ്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്തത് മീഡിയം കാണാൻ. മീഡിയം കാണുന്ന കേസിൽ ഫ്രീക്വൻസി ടേബിൾ ഇല്ല, അല്ലാതാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മൾ എന്തിൽ എഴുതണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ആദ്യം തന്നിരിക്കുന്ന വാല്യൂസിനെ അസെൻഡിങ് ഓർഡർ, അതായത് ചെറുത് തൊട്ട് വലുത് വരെയോ അല്ല ഡിസെൻഡിങ്, വലുത് തൊട്ട് ചെറുത് വരെയോ. ഞാനിപ്പം അസെൻഡിങ് ആണ് ഇപ്പോൾ എഴുതാൻ പോകുന്ന. അസെൻഡിങ് ഓർഡറിലാണ്. ഏറ്റവും ചെറുത് 21, 26, 32, 38, 45, 48. ഓക്കെ. ഇനി നമുക്ക് മീഡിയൻ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എഴുതുമ്പോൾ മീഡിയൻ എവിടെയാണ് കിടക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. മീഡിയൻ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n+1/2. n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 6 അല്ലേ? 6 + 1/2 that is 7/2 is equal to 3.5. അതായത് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് 3.5. അതായത് 1, 2, 3 3യുടെയും 4ന്റെയും ഇടയ്ക്കായിട്ടായിരിക്കും ആ വാല്യൂ, നമ്മുടെ വാല്യൂ കിടക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് മീഡിയൻ ഈസ് ഈക്വൽ ടു 32 + 38/2. അത് രണ്ടിൻ്റെ ഇടയ്ക്കല്ലേ കിടക്കുന്നത്. അപ്പം അതിൻ്റെ ആവറേജ് കണ്ടാൽ മതി. ഈ രണ്ട് സംഖ്യകളുടെ കൂടെ ആവറേജ്, അത് രണ്ടും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 70/2, ദാറ്റ് ഈസ് 72 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും ആൻസർ? 35. നമ്മളിവിടെ മീനും മീഡിയനും സെയിം ആയിരുന്നു അല്ലേ? 2 മാർക്കുള്ളതില്ലേ ഇതിപ്പോൾ? അത്രേ ഉള്ളൂ. ഇതൊരു മാർക്ക്, മറ്റേത് ഒരു മാർക്ക്. അപ്പം മീൻ കാണുമ്പോൾ പ്രശ്നമില്ല, നിങ്ങളത് ആഡ് ചെയ്തിട്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. പക്ഷേ മീഡിയം കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലാതെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഇത് നേരിട്ട് എഴുതിയിട്ട് ഇതിൻ്റെ 3യുടെയും 4ന്റെയും ഇടയ്ക്കുള്ള സംഖ്യ എടുത്തെഴുതി നമ്മൾ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് എഴുതണം? അസെൻഡിങ് അല്ലെ ഡിസെൻഡിങ് ഓർഡർ എഴുതിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. മനസ്സിലായല്ലോ മക്കളെ? ഇത് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.